അങ്ങോട്ട് പോയാനെ. മഴ കൊട നിങ്ങൾ രണ്ടുപേരും കൂടി കൊടയൊക്കെ ചൂടി പൊക്കോളൂ. ഓക്കെടാ. അയ്യോ സോറി. സാരോ ലൈലു എവിടെ ഉണ്ട്? ലൈലു ഹായ് സരോ. ഹായ്. ലൈലു എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തോ പറയാണ്ടെന്ന് സരോയും പറഞ്ഞിരുന്നു. ലൈലു പറഞ്ഞോ? കണ്ടനാൾ നെഞ്ചിലൊരു മുള്ളുകൊണ്ടു, അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു, മിണ്ടുവാനുണ്ടായിരുന്നേറെയെന്നാകിലും പേടിയുണ്ടതിലുമേറെ, നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായതാ ചാരത്തണഞ്ഞു നിൽപ്പു, ഈ വരിക്കിടയിൽ നിന്നാർദ്രമായി ഞാൻ ഒളിക്കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം. അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ, മനസ്സിലിനി ആറാത്ത പോറലായി ഉള്ളുനീറുന്ന പ്രാണന്റെ വേവു മാത്രം. ഈ കാര്യത്തിൽ ഇനി വേറെ തീരുമാനമൊന്നുമില്ല. നിങ്ങൾ പിള്ളേരുടെ പ്രശ്നങ്ങൾക്ക് ഈ മാനേജ്മെന്റിന്റെ ചർച്ചകള് ഒരു തീരുമാനം ഉണ്ടാക്കണവരെ ഈ ക്യാമ്പസിൽ പഠിക്കണ്ട. അതെന്നെ തീരുമാനം. സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണോ വരെ നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും സഖാവേ. മേഡം, കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാതെ നിന്നതാണ്. ഈ പിള്ളേരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തമാശ കളിയെന്നാണ് വിചാരം? ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് പറയണ അകത്തോട്ട് കയറിയിട്ടുണ്ട്. മാഡം, ഇനി ഇത് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഉടനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ കയറി എന്തെങ്കിലും ചെയ്യും. മാഡം, മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്ക്. നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇരുന്നിട്ടൊന്നും കാര്യമില്ല KP വത്സല മേഡം. ഒളിമ്പിക്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. എന്റെ പിള്ളേർ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. എനിക്കറിയാം ലൈലാസറിന് ഇഷ്ട, എനിക്കും ലൈലാസറിന് ഇഷ്ട. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുമല്ലോ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നേ പറ്റൂ. സരോ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം ലൈലുവിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. എൻ്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന്. അതിനങ്ങ് ഫസ്റ്റ് പ്രൈസ് അടിച്ചാ നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല. എന്ത്? പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ലൈലുവിന് ഫീൽ ആവില്ല എന്ന് എനിക്കറിയാം. എനിക്കറിയാം സര പറ്റിക്കാൻ പറഞ്ഞാന്ന്. എന്താ? സോറി ഫോർ എവരിതിങ്. എന്നെ ശപിക്കരുത്. എന്റെ കൊട
ഹലോ, ഞാനാണ് ഫിഫു ആണ്. മനസ്സിലായടാ? അതെ, നിനക്ക് ക്ലാസ് ഒന്നുമില്ല? നമ്മുടെ ഇതിനെ ചെറുതായിട്ടൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആവോ ജീപ്പി കയറ്റിക്കൊണ്ട് പോണു. നീ പറഞ്ഞു വിട്ടോ? പോയി. ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാം. വരുവോ? വരാടാ. യൂണിഫോം പോയി കിട്ടി. അയ്യോ, ചെളി കിടന്ന് മറിയണായിരുന്നില്ലേ ഈ സമരവീരന്മാര്. ഇടിച്ചാലും കിട്ടൂല ഈ മണ്ടന്മാര്. പിന്നെ ഒരു കണക്കിനാണ് ഞാൻ. നമ്മളിത് എത്ര സ്റ്റേഷൻ സാറേ, എനിക്ക് ഫോണൊന്നും തരുമോ? വീട്ടിലോട്ടൊന്ന് വിളിച്ചു പറയാനാ, വരുമ്പോ വൈകുന്നു. ഉണ്ടാതിരടാ. അതെ, ഗജേന്ദ്ര സാർ വന്നിട്ടുണ്ട്, ചോദിച്ചോ. അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതാ ആനയിടയുന്നുള്ളത്. പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? എന്തെങ്കിലുമൊക്കെ ചെയ്. ശരി. എന്താ ഇവിടെ പ്രശ്നം? സാറേ, കോളേജിലെ കോളേജിലെ സ്ട്രൈക്ക് വിളിച്ച ചേട്ടന്മാരൊക്കെ എവിടെയാ? അവന്മാരാണ്. ആരൊക്കെത്? ഇവിടെ നീന്നടാ. ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ? 2013-15 ബാച്ചാ. ചേടാ, വില പണിക്കും പോടാ. മുതുക്കന്മാരായില്ലേ? കുക്കറിലിട്ടടിച്ചാ വരെ വേവില്ല. കോളേജ് പിള്ളേരുടെ കൂടെ സമരം ഉണ്ടാക്കാൻ നടക്കണ്. ഗജേന്ദ്ര സാറേ, ഞങ്ങളും ആ ക്യാമ്പസിൽ പഠിച്ചിറങ്ങിയതാ. ആ ക്യാമ്പസിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പിള്ളേര് വിളിച്ചാൽ ഞങ്ങൾ ചെല്ലും. ഇനിയാണെങ്കിലും ചെല്ലും സാറേ. സാറ് പുതുതായതുകൊണ്ടാ, അറിയാത്തോണ്ടാ. അറിയാത്തൊക്കെ അറിയണം. മൊത്തം പറഞ്ഞിട്ട് പോയാ മതി. ഇതൊന്നാണ്ട് എഴുതിയെടുക്ക്. ഞാൻ ഫ്രീ ആയിട്ട് വായിച്ചോളാം. ഇവന്മാർക്ക് ഒരുപാട് പറയാനുണ്ട്. ചെല്ല്. വാ സാറേ, എഴുതണ്ട. വാ. എന്റെ ഗജേന്ദ്രൻ സാറേ, ഇവന്മാരി കാണുന്ന പോലൊന്നുമല്ല. ആ സമരത്തിന്റെ ഇടയിൽ ഞങ്ങളെയൊക്കെ ഇടിച്ചു മാറ്റി ആ കൊടിയെടുത്ത് ഇവനെ ഒരു പറപ്പിക്കലായിരുന്നു. അന്നേരം എന്നെ ജൈവിളിയായിരുന്നു ആ പിള്ളേര്. മതിയടോ, വെറുതെ പറഞ്ഞ് ഇവനൊക്കെ മാസാക്കാൻ നിക്കണ്ട. അല്ലടാ, ഇപ്പൊ എന്തിനായിരുന്നു ഈ സ്ട്രൈക്ക്? ഒന്ന് പറഞ്ഞേ സാറേ. പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പറയാനായിട്ട്. നീ പറ. ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു. പാപ്പ ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇതാരാ? ഭദ്രാട്ടനാ? എന്താ ഇവിടെ? ഗജേന്ദ്ര, ലൈലാസുരൻ എന്റെ കൊച്ചുമോനാ. ലൈലാസുരനോ? സാറേ, അത് ഇവന്റെ പേരാ അത്. ചേട്ടന്റെ കൊച്ചുമോനത്. ഓ, ഭദ്രൻ സഖാവിന്റെ കൊച്ചുമോനല്ലേ? വെറുതെ അല്ല, ആളെ മനസ്സിലായില്ല അല്ലേ? പഴയ കൊടുകുത്തിയ സഖാവ, ചെങ്കോട്ടിൽ ഭദ്രൻ. നല്ല അടിപൊളി പേരാണല്ലോ, ലൈലാസുരൻ. സഖാവ് ലൈലാസുരൻ. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, ഒപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കോ. സാറേ, നിന്നാർക്കും വേണ്ടടാ. നീ പൊക്കോ. സാറേ, എന്റെ ഫോൺ എടുത്തോട്ടെ. മേടിച്ചടാ. ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ. കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ചെന്നതാ. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി. അത്രേ ഉള്ളൂ. മോനെ, ഞാനും കുറെ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ. പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പ് മുടക്കിയുള്ള സമരമൊന്നും വേണ്ട. നിന്നവർ ഉപദ്രവിച്ച എന്തിന്? ചോദിക്കാനും പാടില്ലേ? എടാ, കോളേജിൽ എന്തായിരുന്നു? കോളേജിൽ ഒരു കോപ്പില്ല, ഇത് കേറും. പാപ്പനോട് പറയാനല്ലേ? പാപ്പന്റെ അത് നമ്മുടെ ഭദ്രൻ സഖാവല്ലേ? ഗജേന്ദ്രനൊന്ന് കാണണം. വെറുതെ അധികടനെ മൽപ്പിടുത്തം പിടിക്കണ്ടെന്നാ വലിച്ചാവ്. ഫിഫുടാ, അവൾക്ക് എന്നോട് പറഞ്ഞ വിശ്വസിക്കണ എന്തെങ്കിലും ഒരു കള്ളം പറയായിരുന്നില്ലേ? നീ ഇനി എന്ത് പഠിക്കാനായിട്ടാണ്? എന്തെങ്കിലും കാണിക്കും വാങ്ങാത്ത. എടാ, ഞാൻ അവളെ ശരിക്കും സ്നേഹിച്ചു വരായിരുന്നടാ. നിനക്ക് അവളോട് അത്രയും ദേഷ്യം ഉണ്ടാ? ഫോൺ എടുക്ക്. വിളിക്കണ? വിളിച്ചു നാല് വർത്താനം പറ. അല്ല, കണ്ണു പൊട്ടണ ചീത്ത പറയണം. ഹലോ സാറോ, ഇത് ഞാനാ. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മനസ്സിലായില്ലല്ലോ. ഇത് ഞാനാ, ലൈലാസുരൻ. തീരുമാനായി. എടാ, അവള് ഫോൺ കട്ട് ചെയ്തു. മനസ്സിലായി. വേണ്ട, വിളിക്കണ്ട. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വിച്ച് ഒരു നാണങ്ങളുണ്ട. ഹലോ അമ്മേ, ഞാൻ വന്നോളാം. വന്നിട്ട് എന്തിനാണ് കിടന്ന് ഒച്ചെടുക്കാൻ? ഞാനെന്ത് ചെയ്തിട്ടാടാ? അവള് മാത്രമല്ലേ പെണ്ണായിട്ടുള്ളൂ. അവളോട് പോയി പണിയൊക്കെ പറയണ ഫിഫു. അത്രേ ഉള്ളൂ. ഈ ലൈലാസിന് ഏതെങ്കിലും പെണ്ണ് കഴിച്ചാൽ തളർത്താൻ പറ്റണം. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യണ്ട തോന്നട്ടില്ലല്ലോ. വേഗം വിട്ടോ നീ. ഇടിമിന്നലൊന്നും ഇല്ലല്ലോ.
പക്ഷെ നല്ല മഴ വരാൻ പോകുന്നുണ്ട്. കോളേജിൽ കയറണ്ടായിരുന്നു. ഏയ് മലയാളം എളുപ്പടാ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. പക്ഷെ ക്ലാസ്സിൽ കയറണം, ഉഴപ്പരുത്. ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം. പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും. നമുക്ക് ഒന്നും മിണ്ടാതിരിക്കണം. പറന്നുയർന്നൊരു ചെങ്കൊടിയായി ഉയർന്നു വന്നൊരു പോരാളി അസുരാസുരനെ മുറിച്ചുവെപ്പിൻ അഭിവാദ്യങ്ങൾ. സഹാക്കളെ, കഴിഞ്ഞ 2 ആഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ. അന്ന് ലൈലാസരം കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല. കൂടുതൽ വലിച്ചിട്ടുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് DC റെപ്പായിട്ട് നമ്മുടെ SFKക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസുരനായിരിക്കും. ലൈലാസുര, അതെ, നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. പോസ്റ്റ് അടിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് പോട്ടെ. വേണമെന്നില്ല, അവിടെ നിന്നാ. സഖാവേ, ഇതാണ് നമ്മുടെ താവളം, അതായത് നമ്മുടെ ക്ലാസ് റൂം. സഖാവ് ഇരിക്കി. സന്ധ്യ ഇരിക്കി. ഇല്ല, അവിടെ നിന്നോളാം. എന്തായാലും സഖാവിനെ പോലെ ഒരാളെ ഇതുവരെ പാർട്ടി ഓഫീസിലോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് ഞാൻ അറിഞ്ഞില്ല. എന്ത് ഉള്ളിൽ ഇത്രയും വലിയൊരു സഖാവുള്ള കാര്യമോ? അല്ല, ഞാൻ പറയാൻ വന്നതല്ല. മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം. ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ. പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഏത് മനസ്സിലായില്ലേ? ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. SFKയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ്. ഞാൻ അതങ്ങ് തരും. എന്റേതാ? ആ, ഈ കൊല്ലം നിങ്ങൾ ഇതുവരെ 2250 കിലോമീറ്ററാണ് നിങ്ങളൊരു 5 റൗണ്ട് കൂടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വാ. സഖാവ് CK ലൈലാസുരൻ. തന്റെ ആവേശമൊക്കെ എനിക്ക് ഇഷ്ടമായി. രാഷ്ട്രീയമൊക്കെ നല്ലതാ, പക്ഷെ ഉഴപ്പരുത്. ബിജു ഫെർണാണ്ടസ്. തനിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടി വരുന്നു. ഐ മീൻ ബെല്ലി ഫാറ്റ്. ഫ്രീ ടൈമില് ഗ്രൗണ്ടിലോട്ടൊന്ന് ഇറങ്ങും, നമുക്കൊരു 5 റൗണ്ട് ഓടാം. ഓക്കെ. പ്രൊഫസർ പോൾ വർഗീസ് ജിമ്മിലേക്ക് വരുന്നോ? ആന്നേ, ഒരു 170 പക്ഷേ പഠിക്കാം. ആ, എപ്പ ജയിലിൽ നിന്ന് ഇറങ്ങി? അവിടെ ചായ ഉണ്ടോ മുറിയല്ലേ? ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമുണ്ട്. ഞാനിതിനെ നോക്കിക്കാണുന്നത് വേറൊരു തലത്തിലാണ്. നാളെ വരുമ്പോ മുടി മറക്കല്ലേട്ടാ. ചേട്ടാ, ഞാൻ സന്ധ്യ. ഞാനാണെന്ന് ചേട്ടന് വേണ്ടി ആദ്യമായിട്ട് ജയ് വിളിച്ചത്. ഓ, അത് കുട്ടിയാണ്. അന്ന് ജയ് വിളിച്ചില്ലേ? ഷോ എന്തൊരു ആവേശമായിരുന്നു. ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാഞ്ചായിരുന്നു ശരിക്കും. എന്നാ ചേട്ടാ, ഞാനങ്ങട് എല്ലാവരും എന്നെ കളിയാക്കാണ. ലൈലൂടാ, നീ ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഒരു കോളേജ് മൊത്തം പറപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ. കള്ള ലൈലു, ലൈലാസുര, ഇനി നിന്റെ വരവാണ്. ശരിക്കും ശരിക്കും വണ്ടി എടുക്ക നീ. സഖാവ് ലൈലാസുരനല്ലേ അത്? മേക്ക് ഓവറായി പോയോ? ഏയ്, ആള് നല്ല ചുള്ളനായിണ്ടല്ലോ. ഇവനെന്ത് പറ്റിയടാ? ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നു.